തിരുവിതാംകൂർ ഭാഗത്ത് മയക്കുമരുന്നുകാരുടെ മുഴുവൻ തലതൊട്ടപ്പൻ അഥവാ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ്. പേരെടുത്ത് പറയാതെ ചില നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണിപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മയക്കുമരുന്ന് വിതരണത്തിലും വിപണനത്തിലും പോലീസുകാർക്കും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ചില സമുന്നത നേതാക്കന്മാർക്കും പങ്കുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കേരളത്തിലെ കോളേജുകളിലും അതുപോലെ തന്നെ സ്കൂളുകളും കേന്ദ്രീകരിച്ച് വൻ മയക്കുമരുന്ന് ഡീലിംഗ്സ് ആണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലും കളമശ്ശേരിയിലെ പോളിടെക്നിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്നും പിടികൂടിയത് കിലോ കണക്കിന് കഞ്ചാവായിരുന്നു. അതും ഒരു SFI പ്രവർത്തകനാണ് പിടിയിലായതും. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാറുകാരെ കൈവിട്ട് സഹായിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാരിനെ പോലെ ഇത്ര ഉദാര മനസ്ഥിതി കാണിച്ച ഒരു സർക്കാർ കേരള ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അതുകൂടാതെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗവും അതിന്റെ വിതരണവും വിപണനവും ഒക്കെ തന്നെ ഇത്ര കാര്യക്ഷമമായി നടത്തിയ വേറൊരു സർക്കാരുമില്ല. കഞ്ചാവ് വേണോ കിട്ടും, ഹെറോയിൻ വേണോ അതും കിട്ടും, അതുപോലെ തന്നെ LSD വേണോ അതും കിട്ടും, MDMA ആണെങ്കിൽ ഇപ്പോൾ ഏതൊരു മുറുക്കാൻ കടയിൽ ചെന്നാലും കിട്ടും. ആ ഒരു അവസ്ഥയിലേക്ക് മാറി. എല്ലാ സ്കൂളുകളുടെയും 101 മീറ്ററിന് പുറത്ത് ഒരു സ്റ്റാമ്പ് വിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ സ്റ്റാമ്പ് എന്നത് സ്കൂൾ കുട്ടികൾ വാങ്ങിച്ച് നാക്കിന്റെ അടിയിൽ വെക്കുന്ന ഒരു ലഹരി വസ്തുവാണ്. ഇത് പോലീസുകാർ വിചാരിച്ചാൽ, സ്ഥലത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ വിചാരിച്ചാലും 24 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം നിർത്തലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു സബ് ഇൻസ്പെക്ടർമാരും അതിന് തുനിയുകയില്ല. കാരണം തുനിഞ്ഞാൽ പിന്നെ മാസം അവർ ശമ്പളം വാങ്ങുന്നത് കാസർഗോട്ട് നിന്നായിരിക്കും. അഡ്വക്കേറ്റ് ജയശങ്കർ ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, കൂടാതെ തന്നെ വലിയ മാഫിയ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുമുണ്ട്, മറ്റു പൊതുകാര്യ പ്രസക്തരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദുഷ്വലയം ഇതിനകത്തുണ്ട് എന്നും അവരാണ് ഈ സാധനങ്ങൾ ലഭ്യമാക്കുന്നതെന്നും അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നത നേതാക്കൾ അടക്കം പങ്കുണ്ട് എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം കിലോ കണക്കിന് പിടികൂടിയ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായവരിൽ SFI യൂണിയൻ സെക്രട്ടറിയും ഉൾപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇതിന് പിന്നിൽ ഇടത് പാർട്ടി പ്രവർത്തകർ വ്യാപകമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. കോളേജിലെ SFI യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം 3 പേരെയായിരുന്നു പിടികൂടിയതും. ഹോളി ആഘോഷിക്കാനായി എത്തിച്ച 2 കിലോഗ്രാം കഞ്ചാവായിരുന്നു കളമശ്ശേരി പോലീസും അതുപോലെ തന്നെ ഡാൻസ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതും. ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ ഒരു പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയതും. മദ്യക്കുപ്പികളും അതുപോലെ തന്നെ ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പരിശോധനയ്ക്കിടെ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസും കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ റെയ്ഡിനായി ഡാൻസ് സംഘം എത്തിയപ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്ന് തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നർക്കോട്ടിക്സ് സെൽ SP ആയ അബ്ദുൾ സലാം വ്യക്തമാക്കിയിരുന്നു. രാത്രി 9 മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ 4 മണിയോടെ വരെ അവസാനിച്ചത്. അതുപോലെ തന്നെ 1.9 കിലോഗ്രാം കഞ്ചാവായിരുന്നു പിടികൂടിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.